ഹായ് ഓൾ, മുഖം കാണിക്കാതെ നമ്മൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള 8 ടോപ്പിക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാർക്കും അവരുടെ മുഖം കാണിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചമ്മലാണ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പേടിയോ ആണ്. അപ്പം അത്തരത്തിലുള്ള പേടിയോ ചമ്മലോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് 8 തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള 8 ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക. ഈ 8 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് നിലവിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടോപ്പിക് വേണമെങ്കിൽ സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. അപ്പോൾ 8 ടോപ്പിക്കാണുള്ളത്. ഈ 8 ടോപ്പിക്കിൽ നമ്പർ 1 ആണ് ന്യൂസ് എക്സ്പ്ലെയിനർ. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ, അതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ന്യൂസ് രൂപത്തിൽ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ടെക്സ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾക്ക് ലഭിക്കുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ രൂപത്തിലേക്ക് ആക്കിയിട്ട് കുറച്ചൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും ദിവസം നമുക്ക് ന്യൂസിന് യാതൊരു ക്ഷാമവും ഇല്ല. എപ്പോഴും പല വിധത്തിലുള്ള നമുക്ക് ന്യൂസുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ടെക്സ്റ്റും അതുപോലെ ചെറിയൊരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു ന്യൂസ് പോലെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനെ കുറിച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്തിട്ട് നമ്മൾ ഡെയിലി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. അതിൽ നിങ്ങളുടെ ഫേസ് വേണമെന്നില്ല, നിങ്ങളൊന്ന് വോയിസ് ഓവർ കൊടുത്താലും മതിയാവും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബുക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള മോട്ടിവേഷന്റെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ മീൻസ് നിങ്ങൾ ഏതെങ്കിലും ബീച്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ കടൽ തീരത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്ത് പോയിട്ടോ ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ആദ്യം വീഡിയോ നിങ്ങളുടെ ഫേസ് വേണമെന്നില്ല, അതിന്റെ ബാക്ക് ക്യാമറ വെച്ചിട്ട് പ്രകൃതിയുടെ ഫോട്ടോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കടലിലെ ഫോട്ടോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷന്റെ സ്റ്റിക്കേഴ്സ്, മോട്ടിവേഷന്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതൊരു റീലിന്റെ രൂപത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ മോട്ടിവേഷന്റെ ടെക്സ്റ്റും അതുപോലെ തന്നെ റീൽസിനൊക്കെ നല്ല രീതിയിൽ റീച്ചാണ് നിലവിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. അതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തതിന് നല്ല രീതിയിൽ അതും നിങ്ങൾക്ക് വിജയിച്ച് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് റെസിപ്പി. അതായത് ഇത് ഏകദേശം വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നത് തന്നെയാണ്, എല്ലാവർക്കും പരിചയമുള്ള ഒരു കണ്ടന്റുമാണ്. അപ്പൊ നിങ്ങളുടെ മുഖം കാണിക്കണമെന്നില്ല, നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിന്റെ ഫോട്ടോസ് അതിന്റെ വീഡിയോസ് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിൽ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു റീൽ രൂപത്തിലാക്കുകയാണെങ്കിൽ അതേ റീല് നിങ്ങൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുക, ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടേതായ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ചിലപ്പം മറ്റുള്ളവർക്ക് അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും. അതായത് ഈ നാടൻ ഗ്രാമങ്ങളിലുള്ള നാട്ടിൻപുറത്തുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ ചില രാജ്യങ്ങളിൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രിയിൽ നമ്മൾ ഇന്ത്യൻ്റെ പുറത്തൊക്കെ താമസിക്കുന്ന മലയാളികൾക്കൊക്കെ അത് കിട്ടാക്കനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് കണ്ട് മനസ്സിലാക്കാനും അത് അവരെ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ റീലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ടോപ്പിക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും വിജയിക്കാം. നാലാമത്തെ ടോപ്പിക്കാണ് ഡേ ലൈഫ് മീൻസ് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ. നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കുന്നത്, അതുപോലെ തന്നെ കുട്ടികൾ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ഡെയിലി ഒരു റീല് തരത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ തരത്തിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഡെയിലി ഒരു റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ ക്ലിക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ ഫേസ് വാല്യൂ, നിങ്ങളുടെ സംസാരം അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിക്കെല്ലാം അനുസരിച്ചിട്ട് കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നല്ല രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കണ്ടന്റും നിങ്ങൾക്ക് വിജയിപ്പിച്ച് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും.